ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇന്ന് പൂർണ്ണമായും ആപ്ലിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ് മുൻപോട്ട് പോകുന്നത്. എല്ലാവരും വേഗം കംപ്ലീറ്റ് ചെയ്യുക. അതാണ് വെയിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് തീർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. MNT07 എന്ന സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വേഗം അത് ഡൗൺലോഡ് ചെയ്യുക. ഗുഡ് ഈവനിങ് ഓൾ. ഏവർക്കും ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് പൂർണ്ണമായും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ശൈലിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ സെഷനിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുകയും നിങ്ങൾ കേട്ടിരിക്കുന്നൊരു ശൈലിയായിരുന്നു. ഇന്ന് പൂർണ്ണമായും നിങ്ങളുടെ മൊബൈലിൽ വർക്ക് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ പറഞ്ഞു പോകും, ആവർത്തിച്ച് പറയും. പിന്നെ ഇടയിൽ ചോദ്യോത്തരങ്ങളൊന്നുമില്ല. ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ചോദ്യോത്തരങ്ങളുണ്ട് താനും. പക്ഷെ അവിടെയും ഒരു ചോദ്യങ്ങൾക്കും സ്കോപ്പ് ഇല്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോവുക. ചെറുപ്പക്കാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. 30 വയസ്സ് താഴെയുള്ളവർക്ക് ഈ ഒരു സെഷൻ ഭയങ്കര അരോചകമായിരിക്കും. കാരണം നിങ്ങൾക്ക് മൊബൈലിലും എല്ലാം വളരെ വേഗതയിൽ ചെയ്ത് പരിചയമുള്ളവരാണ്. പക്ഷെ ഇത് വളരെ വേഗത കുറച്ച് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ വേഗത കുറച്ച് തന്നെ മുൻപോട്ട് പോകണം. യാതൊരു സംശയമില്ല അതിൽ. ഇന്നൊരു ദിവസമേ അങ്ങനെ പോകേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ തുറക്കുക. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ നിങ്ങൾ കാണണമെന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നോക്കി ഫോളോ ചെയ്താൽ മതി. അതിൽ ഇങ്ങനെയാണ് ഗൈഡ് ലൈൻസ് തരിക. സ്ക്രീനിൻ്റെ താഴെ ഇടതുവശത്ത് നിങ്ങളുടെ ഐക്കൺ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ ഇടതുവശത്ത് നോക്കണം. അപ്പോൾ അവിടെ ഐക്കൺ കാണും. സ്ക്രീനിൻ്റെ മുകളിൽ വലതുവശത്ത് നിങ്ങളുടെ ഐക്കൺ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നോക്കണം. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഐക്കൺ കാണും. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. എല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനിൽ ആദ്യം അങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് താഴെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് നെക്സ്റ്റ് അടിച്ചു പോകാം. അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ വലതുവശത്ത് സ്കിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ തുറക്കുമ്പോൾ അത് സ്കിപ്പാവും. പിന്നെ നിങ്ങൾ എല്ലാവരും എത്തുന്ന പേജ് എന്ന് പറയുന്നത് MNT07 എന്ന് എഴുതി വെച്ചിരിക്കുന്ന സെലക്ട് സെർവർ എന്ന ഒരു പേജാണ്. സെലക്ട് സെർവർ എന്ന പേജാണ് എല്ലാവരും എത്തുക. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വെൽത്ത് വേ എന്നാണ്. W സ്പെല്ലിങ് കൃത്യമായി അടിച്ചു പോവുക.
ഇ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ എലിഫന്റ് എന്നതിൻ്റെ ഇ, എ, അമേരിക്ക അല്ലെങ്കിൽ ആപ്പിൾ എന്നതിൻ്റെ എ, എൽ, ലയൺ അല്ലെങ്കിൽ ലണ്ടൻ എന്നതിൻ്റെ എൽ. ഇത്ര കൊടുക്കുമ്പോഴേക്ക് താഴെ വെൽത്ത് വേ എന്ന് തെളിഞ്ഞു വരും. അവിടെ നിങ്ങൾ താഴെ തെളിഞ്ഞു വരുന്ന വെൽത്ത് വേ എന്നത് തിരഞ്ഞെടുക്കുക. അപ്പോൾ തൊട്ട് താഴെ കൺഫേം എന്ന് കാണും. കൺഫേം എന്ന് കൊടുക്കുക. അപ്പോഴേക്ക് ഒരു പുതിയ പേജിലെത്തും. ഇവിടെയായിരിക്കും ഭൂരിപക്ഷം ആളുകളും ഉണ്ടാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെൽത്ത് വേ എന്ന് കാണാം, തൊട്ട് താഴെ ലോഗിൻ എന്ന് കാണാം, അതിൻ്റെ താഴെ ലോഗിൻ ടു ഡെമോ അക്കൗണ്ട് എന്ന് കാണാം, പിന്നെ സൈനപ്പ് വിത്ത് ഡെമോ അക്കൗണ്ട്. അപ്പം നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൈനപ്പ് വിത്ത് ഡെമോ അക്കൗണ്ട്. സൈനപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി പൈസ നിക്ഷേപിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന വ്യക്തികൾക്കുള്ളതാണ് സൈനപ്പ് എന്നത്. സൈനപ്പ് വിത്ത് ഡെമോ അക്കൗണ്ട് എന്നത് സ്വയം പരീക്ഷിക്കാൻ വേണ്ട, ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന പഠനവിധേയമാക്കാൻ വേണ്ട ഡെമോ അക്കൗണ്ട് തയ്യാറാക്കാണ്. അപ്പം എല്ലാവരും ഏറ്റവും താഴെ കാണുന്ന സൈനപ്പ് വിത്ത് ഡെമോ അക്കൗണ്ടിൽ പോയി തൊടുക. സൈനപ്പ് വിത്ത് ഡെമോ അക്കൗണ്ട് എല്ലാവരും അതിൽ തൊടുക. നിങ്ങൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അത് രണ്ടും കൊടുക്കുക. നിങ്ങളുടെ പേര് കൊടുക്കുക. അവരവരുടെ പേര് കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുത്തതിന് ശേഷം സെക്കൻഡ് നെയിമോ ലാസ്റ്റ് നെയിം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. എല്ലാവരും സ്വന്തം പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുപ്പക്കാരൊന്ന് ക്ഷമിക്കണം കേട്ടോ, സ്ലോയിലേ പോകുള്ളൂ. ഇമെയിൽ അവരവർ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് അവരവർക്ക് നിങ്ങളുടേതായ ഇമെയിൽ അഡ്രസ്സ് പൂർണ്ണമായി അവർ കൊടുക്കാവുന്നതാണ്. ഇമെയിൽ കൃത്യമായി കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുക. പിന്നീട് പാസ്വേഡ് അക്ഷരങ്ങളും അക്കങ്ങളും സ്പെഷ്യൽ ക്യാരക്ടറുമുള്ള പാസ്വേഡാണ് എപ്പോഴും നല്ലത്. അവരവരുടെ പേര് കൊടുത്തു, സെക്കൻഡ് നെയിം കൊടുത്തു, ഇമെയിൽ അഡ്രസ്സ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന പാസ്വേഡ്, കാരണം തൊട്ട് ശേഷം ഉപയോഗിക്കാനുള്ളതാണ്. പാസ്വേഡ് മറന്നേക്കരുത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, തൊട്ട് താഴെ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഉണ്ട് ഇടതുവശത്ത്. ആ ബോക്സിൽ ടിക്ക് ചെയ്യാം. ഇനി സൈൻ അപ്പ് എന്ന് കിട്ടും. സൈൻ അപ്പ് എന്നതിൽ എല്ലാവരും ഹിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്നൊരു പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഡെമോ അക്കൗണ്ട്. ഇനി അതിൽ ഒന്നുകൂടി ലോഗിൻ ചെയ്യണം. തൊട്ട് മുൻപ് നിങ്ങൾ ഉപയോഗിച്ച ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, അതേ ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവരവർ സ്വന്തം ഇമെയിൽ അഡ്രസ്സ് തയ്യാറാക്കുക. അവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് പാസ്വേഡ്. ഇമെയിലിന് ശേഷം നിങ്ങൾ തയ്യാറാക്കിയ പാസ്വേഡ് എന്തോ അത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ലോഗിൻ എന്ന പേജിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ. അത് കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴും ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കേണ്ടതില്ല. ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്താൽ എപ്പോൾ വേണേൽ ലോഗിൻ ചെയ്യാൻ പറ്റത്തിന് സൗകര്യമുണ്ട്. അപ്പോൾ അതിന് ഒരു പിൻ നമ്പർ ഉണ്ടാക്കണം. അവരവർക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പിൻ നമ്പർ. വീണ്ടും ഒരിക്കൽ കൂടി പിൻ നമ്പർ കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ ഒരുപാട് ഐറ്റംസിന്റെ
വില മുകളിലേക്കും താഴേക്കും ഓടുന്നൊരു ചിത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അത് ലൈവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന പ്രൈസാണ്. ഡെമോ പർപ്പസിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിയൽ പ്രൈസിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. റിയൽ പ്രൈസ് ആസ് ഇറ്റ് ഈസ് ഡെമോയിൽ കൊടുക്കാൻ പാടില്ല. അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിന്റെ ഭാഗം കൂടിയാണ്, ക്രൈറ്റീരിയ കൂടിയാണ്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പല ഐറ്റംസും ആവശ്യമുണ്ടാവില്ല. ഭാവിയിൽ നമ്മൾ പലതരത്തിൽ മാർക്കറ്റിൽ കയറുന്നവരായിരിക്കുമല്ലോ. ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുമായിരിക്കും, ഒരാൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും, മറ്റൊരാൾ US സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും, വേറൊരാൾ വേറെന്തെങ്കിലും പ്രൊഡക്റ്റിലോ കമ്മോഡിറ്റിയിലോ ചെയ്യുന്നവരായിരിക്കും. ഇഷ്ടമുള്ള പ്രൊഡക്റ്റിനെ ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റണം, ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കാനും പറ്റണം. എങ്ങനെയാണ് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ആവശ്യമുള്ള സമയത്ത് എടുക്കുക? എങ്ങനെയാണ് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുക? ആദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കലാണ്. എന്നിട്ട് ആവശ്യമുള്ളത് എടുക്കുന്ന കാണിക്കാം. ഒരുമിച്ച് ചെയ്തു നോക്കാം എല്ലാവരും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്ക്രീനിൽ ആദ്യം ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഇടതുവശത്ത് മുകളിലായിട്ട്. അക്കൗണ്ട് നമ്പറിന്റെ തൊട്ട് താഴെ സെലക്ട് ഗ്രൂപ്പ് എന്ന് കാണും. അതിന്റെ തൊട്ട് താഴെ സിമ്പിൾസ് എന്നല്ലേ? ആ സിമ്പിൾസിന്റെ വലതുവശത്ത് ഒരു പെൻസിൽ മാർക്ക് ചിഹ്നം കണ്ടോ? സിമ്പിൾസ് എന്ന് എഴുതിയതിന്റെ വലതുവശത്ത് ഒരു പെൻസിൽ മാർക്ക്. ആ പെൻസിൽ മാർക്ക് ചിഹ്നത്തിൽ തൊട്ടോളൂ. ഇപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പുതിയ പേജിൽ ഏറ്റവും താഴെ അപ്ഡേറ്റ് പ്രിഫറൻസസ് എന്നാണ്. ഏറ്റവും താഴെ കറുത്ത നിറത്തിൽ ബോക്സിൽ വെള്ള നിറത്തിൽ എഴുതിയ അപ്ഡേറ്റ് പ്രിഫറൻസ് എന്നും അതിന്റെ തൊട്ടു മുകളിൽ സിമ്പിൾസ് എന്ന് കാണാം. സിമ്പിൾസ്. ആ സിമ്പിൾസിന്റെ വലതുവശത്ത്, സിമ്പിൾസിന്റെ തൊട്ട് ചുവടെയുള്ള ബോക്സിൽ, സിമ്പിൾസിന്റെ തൊട്ട് ചുവടെയുള്ള ബോക്സിൽ വലതുവശത്ത് ചെറിയൊരു ആരോ കണ്ടോ? എല്ലാവരും ആരോയിൽ തൊടും. ആരോയിൽ തൊടുമ്പോൾ പുതിയൊരു വിൻഡോ വരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഐറ്റംസ് എന്ത്, സെലക്ട് ചെയ്യാത്തത് എന്ത് എന്നത് ബോക്സ്, വലതുവശത്തുള്ള ബോക്സ് നോക്കിയാൽ കാണാം. ഇവിടെ നിന്ന് നമ്മൾ കുറെ ഐറ്റംസ് ഒഴിവാക്കുകയാണ്. ഏറ്റവും ആദ്യം XAUSD ഗോൾഡ് ആണ്. ഗോൾഡിന്റെ ഇതാണ് ഏറ്റവും ആദ്യം കിടക്കുന്നത്. അത് ആദ്യം റിമൂവ് ചെയ്യാം, എന്നിട്ട് തിരിച്ചൊന്നുകൂടി എടുക്കുന്ന അങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും ഏറ്റവും മുകളിൽ കാണുന്ന XAUSDയുടെ വലതുവശത്തുള്ള ബോക്സ് അൺക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കത് പോകും കേട്ടോ, തൊടുമ്പോഴേക്കത് പോകും. പിന്നെ നിങ്ങൾക്ക് കാണുന്നത് യൂറോ USD ആണെങ്കിൽ അതോടെ നിൽക്കട്ടെ. തൊട്ട് ശേഷം നിങ്ങൾക്ക് USD CHF എന്നുണ്ടാകും. USD CHF. അതിന്റെ വലതുവശത്തുള്ള ടിക്ക് അൺടിക്ക് ചെയ്യുക, അതപ്പോൾ പോകും. പിന്നെ നിങ്ങൾക്ക് USD JPY കാണും. USD JPY അതും വലതുവശത്ത് ഒഴിവാക്കുക. നിങ്ങളുടെ സ്ക്രീനിൽ ടിക്കുള്ള രണ്ടെണ്ണേ വേണ്ടുള്ളൂ. ഒന്ന് യൂറോ USD EUR USD, രണ്ടാമത്തത് GBP USD. ഇത് രണ്ടുമാണ് ടിക്കുള്ളത് ഉള്ളത്. അങ്ങനെ ഉണ്ടാകേണ്ടത്. വേറെ എന്തെങ്കിലും ടിക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. ഇപ്പോൾ സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഡൺ എന്ന് കാണാം. ഡൺ. എല്ലാവരും ആ ഡണ്ണിൽ പോയി തൊടൂ. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്രിഫറൻസസ് എന്ന് കറുത്ത നിറത്തിൽ വെള്ള നിറത്തിൽ എഴുതിയ വശമുണ്ടല്ലോ, അതിൽ പോയി തൊടുക. അപ്പോൾ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഐറ്റംസിൽ ബഹുഭൂരിപക്ഷം പോകുകയും 2 ഐറ്റമായി ചുരുങ്ങുകയും ചെയ്തു. പക്ഷെ ഇതിൽ ഗോൾഡ് ഇല്ല. ഗോൾഡ് കൊണ്ടുവരണം. ഗോൾഡിന്റെ ചാർട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗോൾഡിന്റെ ചാർട്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം നിങ്ങൾ ഗോൾഡിന്റെ ട്രേഡ് നടത്തുന്നു. ഇതൊക്കെ ഇന്ന് ചെയ്യാനുള്ളതാണ്. സുഹൃത്തുക്കളെ, ആദ്യം നമുക്ക് ഗോൾഡിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. സ്ക്രീനിൽ ഇല്ലാത്ത ഐറ്റത്തിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് പഠിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇല്ലാത്തതിനെ കൊണ്ടുവരിക. സുഹൃത്തുക്കളെ, എല്ലാവരും മുകളിൽ നിന്ന് ആദ്യം നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, സെലക്ട് ഗ്രൂപ്പ്, അതിന്റെ തൊട്ട് താഴെ സിമ്പിൾസ്. സിമ്പിൾസിൽ വലതുവശത്തുള്ള പെൻസിൽ മാർക്കിൽ തൊടുക. സിമ്പിൾസിന്റെ വലതുവശത്ത് പെൻസിൽ മാർക്ക്. അപ്ഡേറ്റ് പ്രിഫറൻസസിന്റെ തൊട്ടു മുകളിൽ നിങ്ങൾക്ക് സിമ്പിൾസിന്റെ വലതുവശത്തുള്ള ആരോയിൽ പോയി തൊടുക. നേരത്തെ കണ്ട 2 ഐറ്റംസ് ഉണ്ട്. ഏറ്റവും ആദ്യം സെർച്ച് ബട്ടൺ അല്ലേ, ഒരു സെർച്ച് ബട്ടൺ, ഒരു ലെൻസിന്റെ ചിഹ്നമൊക്കെ വെച്ചുകൊണ്ടുള്ളത്, അതിൽ പോയി തൊടുക. ഇനി ഞാൻ പറയുന്ന സ്പെല്ലിങ് കൃത്യമായി ടൈപ്പ് ചെയ്യുക. എക്സ്, സിറോക്സ് എന്നൊക്കെ എഴുതുന്ന എക്സ്, എ അമേരിക്ക എന്നതിന്റെ എ, യു അംബ്രല എന്നതിന്റെ യു, XAU,
ഇനി വീണ്ടും യു പറഞ്ഞ രണ്ടാമത്തെ യു ആണ്. എസ് സിംഗപ്പൂർ എന്നതിൻ്റെ എസ്, ഡി ഡോളർ എന്നതിൻ്റെ ഡി US ഡോളർ, XAU USD ഗോൾഡ് എഗൈൻസ്റ്റ് US ഡോളർ. അത് തിരഞ്ഞെടുക്കുമ്പോൾ താഴെ ഒരു XAUSD വരികയും വലതുവശത്ത് ഒരു ടിക്ക് ചെയ്യാനുള്ള ബോക്സ് ഉണ്ട്, ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഐറ്റംസ് തിരഞ്ഞെടുത്തത് കാണാൻ പറ്റും. നിങ്ങളുടെ കീബോർഡിന്റെ ഏറ്റവും താഴെ, കീബോർഡിന്റെ വലതുവശത്ത് താഴെ റൈറ്റ് ബോട്ടം കോർണർ ഒരു ടിക്ക് മാർക്കാണ്. ആ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയുള്ള ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡൺ. ഇപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും താഴെ അപ്ഡേറ്റ് പ്രിഫറൻസസ് എന്നുണ്ട്. അപ്ഡേറ്റ് പ്രിഫറൻസസ് ക്ലിക്ക് ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്ക്രീനിൽ 3 ഐറ്റംസ് ആയി. ഈ 3 ഐറ്റംസിൽ മൂന്നാമത് കാണുന്ന XAUSD ഗോൾഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠനം നടത്താൻ പോകുന്നത്. അതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡ് നടത്താൻ പോവാണ്. ട്രേഡ് നടത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. എന്താണത്? പഠിക്കണം. വില മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ നോക്കണം. ചാർട്ട് നോക്കി വെരിഫൈ ചെയ്യണം. എന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ചാർട്ട് നടത്തി പഠിച്ചു, എന്നിട്ട് ഇത് നടത്തണ്ടേ, ഇത് കച്ചവടം നടത്തണ്ടേ, എങ്ങനെ കച്ചവടം നടത്താം, എങ്ങനെ അവസാനിപ്പിക്കാം എന്നത് നിങ്ങളെ കൊണ്ട് 2 കച്ചവടം നടത്തിക്കും. ഒന്ന് വാങ്ങിക്കൊണ്ടുള്ള കച്ചവടം, അത് അവസാനിപ്പിക്കും. എന്നിട്ട് വിറ്റുകൊണ്ട് എങ്ങനെയാണ് കച്ചവടം തുടങ്ങുക? വാങ്ങാത്ത സംഭവത്തിന് വിൽക്കുക. മാങ്ങയുടെ ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങുക. രണ്ടും ഇപ്പോൾ ചെയ്തു നോക്കും. എന്നിട്ട് നമ്മൾ ചാർട്ട് തയ്യാറാക്കും. മൂവിങ് ആവറേജ് ലൈൻ ഉണ്ടല്ലോ, തീരുമാനം എടുക്കുന്ന പരിപാടി. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്ക്രീനിൽ മൂന്നാമത് കിടക്കുന്ന XAUSD ടാപ്പ് ചെയ്തോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആദ്യം അക്കൗണ്ട് ഡീറ്റെയിൽ എന്ന് കാണാം. അക്കൗണ്ട് ഡീറ്റെയിൽ, നമ്മളുടെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ എന്താണത്? ആദ്യം ഒരു അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് കറൻസി അമേരിക്കൻ ഡോളറിലാണ്, ഇക്വിറ്റി അതിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന്, $1,00,000 അതിലുള്ളത്. അത് ഇന്ത്യൻ രൂപ എന്ത് ഇതും ആവാം കേട്ടോ, എങ്ങനെ മാറ്റുമൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മാർജിൻ, അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അക്കൗണ്ട് ഡീറ്റെയിൽ കാണണ്ടെന്ന് വിചാരിക്കുക, മിനിമൈസ് ചെയ്ത് വെക്കാം. അക്കൗണ്ട് ഡീറ്റെയിൽ എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ തൊട്ട് നോക്കൂ. അക്കൗണ്ട് ഡീറ്റെയിൽ എന്നതിൽ തൊടുമ്പോൾ തന്നെ അത് മിനിമൈസ് ചെയ്യപ്പെടും. ഇനിയോ, തൊട്ട് താഴെ നിങ്ങൾക്ക് ബിഡ് എന്നും ആസ്ക് എന്നും എഴുതിക്കൊണ്ട് 2 പ്രൈസ് കാണാൻ പറ്റും. ഗോൾഡിന് 2 വിലകൾ, ഇടതുവശത്തൊരു വില, വലതുവശത്തൊരു വില. എന്താണ് 2 വിലയ്ക്ക് കാരണം? സുഹൃത്തുക്കളെ, ബിഡ് പ്രൈസ് എന്നും ആസ്ക് പ്രൈസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇടതുവശത്തുള്ള വിലയെ ബിഡ് എന്നും വലതുവശത്തുള്ള ആസ്ക് പ്രൈസും, ഒരു പേരെന്ന് ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ അറിയേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങളിപ്പോൾ ഗോൾഡ് വാങ്ങാൻ നോക്കിയാൽ വലതുവശത്ത് കാണുന്ന പ്രൈസിനെ വാങ്ങാൻ പറ്റുള്ളൂ. വലതുവശത്ത് കാണുന്ന ആ പ്രൈസിനെ വാങ്ങാൻ കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഗോൾഡ് വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങണം, സെല്ല് ചെയ്യണം ആദ്യം. അപ്പോൾ വലതുവശത്ത് കാണുന്ന വിലയല്ല, ഇടതുവശത്ത് കാണുന്ന, ലെഫ്റ്റിൽ കാണുന്ന വിലയ്ക്ക് കിട്ടുള്ളൂ. അതിന് ബിഡ് പ്രൈസ് എന്ന് പറയാ. ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ കിട്ടുന്ന പ്രൈസാണ്. അതാണ് 2 വിലകൾ കൊടുത്തിരിക്കുന്നത്. ഏത് വിലയ്ക്കാണ് ഇന്ന ട്രാൻസാക്ഷൻ നടക്കുക എന്ന് അവിടെ കാണിച്ചു തരുന്നു. ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ അല്ലാതെ പിന്നീടൊരു വില വരുമ്പോൾ, ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എന്ത് വിലയുണ്ടോ അതിൽ കച്ചവടം ചെയ്യണം. അല്ല, വേറൊരു സമയത്ത് വേറൊരു വില എത്തിയാൽ കച്ചവടം ചെയ്യേണ്ട സംവിധാനമുണ്ട്. അതെങ്ങനെ എടുക്കുന്ന കാണിച്ചു തരാം. അത് ഇന്നത്തെ സെഷനിലല്ല. ഇനി അടുത്ത വോളിയം, തൊട്ട് താഴെ വോളിയം എന്ന കോളത്തിൽ പോയി തൊടുക. എല്ലാവരും 1 എന്ന് കൊടുക്കുക. ഈ വോളിയം 1 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ വാങ്ങാൻ പോവുകയാണല്ലോ. വാങ്ങുന്നത് എത്ര ക്വാണ്ടിറ്റി? പഞ്ചസാര വാങ്ങുമ്പോൾ 1/2 കിലോ എന്നോ 1 കിലോ എന്നോ 5 കിലോ എന്നൊക്കെ പറയുന്നത് പോലെ ഗോൾഡ് വാങ്ങുമ്പോൾ ഒരു യൂണിറ്റ് വേണം. ആ യൂണിറ്റ് ലോട്ട് എന്നാണ് വിളിക്കുക. നോട്ട്സ് കുറിക്കുന്നവർ ഒന്ന് കുറിച്ചേക്കുക കേട്ടോ. LOT, ലോട്ട്. എന്താണ് ലോട്ട്? LOT, ലോട്ട്. ഇപ്പൊ വോളിയം 1 എന്ന് പറഞ്ഞാൽ ഒരു ലോട്ട് എന്നാണ്. ഈ ലോട്ട് എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ നല്ലത് ഒരു ബാഗ്. ലോട്ട് എന്ന് പറഞ്ഞ ഒരു ബാഗ് നിറയെ ഗോൾഡ് നിങ്ങൾ വാങ്ങുകയാണ്. ഒരു ഗോൾഡിന്റെ ബാഗ് വാങ്ങി, ഫുള്ള് ഗോൾഡാണ് ബാഗിനകത്ത്. അതിനകത്ത് എത്ര ഗോൾഡ് ഉണ്ട്? 100 പീസസ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഗോൾഡ് ബാർസ്, 100 ഗോൾഡ് ബാർസ്. ഒരു ബാഗ് ഗോൾഡ് നിങ്ങൾ വാങ്ങിയപ്പോൾ അതിനകത്ത് 100 ചെറിയ ചെറിയ ഗോൾഡ് ബാർസ് എന്ന് പറഞ്ഞാൽ 100 ട്രോയ് ഔൺസ് എന്ന് വിളിക്കും. മാർക്കറ്റിൽ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണത്തിന്റെ തൂക്കം പറയുക ട്രോയ് ഔൺസ് എന്നാണ്. നമ്മൾ നാട്ടിൽ പറയും പോലെ പവനെന്നോ അല്ലെങ്കിൽ 10 ഗ്രാമിന്റെ യൂണിറ്റ്, അങ്ങനെയല്ല. ഗ്രാമിന്റെ തൂക്കമില്ല, പകരം ട്രോയ് ഔൺസ്. ഒരു ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ 31.1 ഗ്രാമാണ്. 31.1 ഗ്രാം, അതാണ് ഒരു ട്രോയ് ഔൺസ് എന്ന് വിളിക്കുന്നത്. സോ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് 100 ട്രോയ് ഔൺസ് ആണ്, 100 പീസസ് ആണ്. മുകളിൽ വില കാണുന്നില്ലേ, 3900 ചില്ലറ എന്ന് പറഞ്ഞുകൊണ്ട് വില കാണുന്നത്, അത് ഒരു പീസിന്റെ വിലയാണ്, അല്ലെങ്കിൽ ഒരു ട്രോയ് ഔൺസിന്റെ വിലയാണ്. 31.1 ഗ്രാമിന്റെ വിലയാണത്. ഒരു പീസിന്റെ വില അല്ലെങ്കിൽ ഒരു ട്രോയ് ഔൺസിന്റെ വില അല്ലെങ്കിൽ 31.1 ഗ്രാമിന്റെ വിലയാണ് മുകളിൽ കാണുന്ന 3900 ചില്ലറ $US എന്നത്. പക്ഷെ നമ്മൾ വാങ്ങുന്നത് ഒന്നല്ല. വോളിയം എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നിന് പകരം 100 100 പീസസ് ആണ്, 100 ട്രോയ് ഔൺസ് ആണത്. 3.1 കിലോഗ്രാം ആണത്. ഇപ്പൊ വോളിയം എന്നതിൽ 1. അപ്പൊ 2 ആണെങ്കിൽ അവിടെ വോളിയം 1 മാറ്റി 2 കൊടുത്താലോ 200 പീസസ് ആണ്, 200 ട്രോയ് ഔൺസ് ആണ്. ഒന്നിന് പകരം 0.5 ആക്കിയാലോ 50 പീസസ് ആണ്, 50 ട്രോയ് ഔൺസ് ആണ്. തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് എന്ന് കാണാം. എന്താണ് സ്റ്റോപ്പ് ലോസ്? വാക്കിൽ തന്നെ അർത്ഥമില്ലേ, സ്റ്റോപ്പ് ലോസ്. നമ്മളിപ്പോ ഗോൾഡ് വാങ്ങുക എന്ന് വിചാരിക്കുക. വാങ്ങിക്കഴിഞ്ഞ് വില താഴേക്ക് പോയാൽ എന്താ സംഭവിക്കുക? നഷ്ടം വരും. നഷ്ടം അങ്ങനെ അനന്തമായി വരാൻ പാടുണ്ടോ? ഇല്ല. നഷ്ടത്തിന് എവിടെയോ വെച്ച് നിർത്തണം. അതെവിടെ വെച്ച് നിർത്തണം? അതാണ് സ്റ്റോപ്പ് ലോസ്. ഏത് വില എത്തുമ്പോൾ എന്റെ നഷ്ടം അവസാനിപ്പിക്കണം, സ്റ്റോപ്പ് ലോസ്. ഇപ്പോഴുള്ള വിലയ്ക്ക് വാങ്ങിയാൽ താഴേക്ക് പോയാൽ എവിടെ എത്തുമ്പോൾ നഷ്ടത്തിൽ കച്ചവടം അവസാനിപ്പിക്കും. ടേക്ക് പ്രോഫിറ്റോ? ഇപ്പൊ വാങ്ങുകയാണെന്ന് വിചാരിക്കുക, വില മുകളിലേക്ക് പോകുമ്പോൾ എവിടെ എത്തുമ്പോഴാണ് എന്റെ ലാഭത്തിൽ ഞാൻ കച്ചവടം അവസാനിപ്പിക്കേണ്ടത്? അത് ടേക്ക് പ്രോഫിറ്റ്. എല്ലാവരും SL അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നതിൽ പോയി തൊടും. സ്റ്റോപ്പ് ലോസ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു പറയും SL എത്രയ്ക്കാണെന്ന്. SL എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ് കേട്ടോ. TP ഇട്ടോ എന്ന് ചോദിക്കും. TP എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് എന്നതിൽ എല്ലാവരും വില കൊടുക്കുക. ഇപ്പോ 3981 ആണല്ലോ വില. വില താഴേക്ക് വന്നാൽ എവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് വില കൊടുക്കുക? 3975 എന്ന് കൊടുത്തോളൂ. ഇപ്പൊ വില താഴേക്ക് വന്ന് 3975 എത്തിയാൽ നഷ്ടത്തിൽ കച്ചവടം അവസാനിപ്പിക്കുമെന്ന് ഡിഫൈൻ ചെയ്തു. എത്ര നഷ്ടം വരും അങ്ങനെ വന്നാൽ? തൊട്ട് താഴെ എഴുതി കാണിക്കും. എത്ര നഷ്ടമാണ് വരിക എന്ന് കൃത്യമായി താഴെ എഴുതി കാണിക്കും. വലതുവശത്ത് ടേക്ക് പ്രോഫിറ്റ്. വാങ്ങുകയാണ് കച്ചവടം. വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്താൽ വില മുകളിലേക്ക് പോകുമ്പോൾ എവിടെ എത്തുമ്പോൾ കച്ചവടം അവസാനിപ്പിക്കും? പ്രൈസ് കൊടുത്തോളൂ. 3999, 3999. വില മുകളിലേക്ക് പോയാൽ 3999 എത്തുമ്പോൾ ലാഭത്തിൽ കച്ചവടം അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ചാൽ എത്ര ലാഭം കിട്ടും അവിടെ എഴുതി കാണിക്കുന്നു, അവിടെ തൊട്ട് താഴെ. ഇത് ഒരു വോളിയം അല്ലെങ്കിൽ ഒരു ലോട്ട് എടുക്കുമ്പോഴാണ് അല്ലേ. ഈ ഒരു ലോട്ട് എന്നത് 2 ആക്കി നോക്കൂ. അപ്പൊ താഴെ നിങ്ങൾക്ക് നഷ്ടവും ലാഭവും മാറുന്ന കാണാം. ക്വാണ്ടിറ്റി മാറുമ്പോൾ സുഹൃത്തുക്കളെ, ആ വോളിയം എന്ന കോളത്തിൽ പോയിട്ട് 1 മാറ്റിയിട്ട് 2 കൊടുത്തു നോക്കൂ. അപ്പൊ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൂടി എന്നൊരു തുക എത്രയാന്ന് കൂടി. ഒരേ സ്റ്റോപ്പ് പ്രൈസ് കൊടുത്തത്, ടേക്ക് പ്രോഫിറ്റ് ലാഭവും കൂടി. ക്വാണ്ടിറ്റി 2 മാറ്റി എല്ലാവരും ഒന്നുകൂടി 1 ആക്കിക്കോളൂ. ക്വാണ്ടിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭവും നഷ്ടമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന്. അനന്തമായി നഷ്ടങ്ങളിലേക്ക് എത്തരുതെന്ന്. വോളിയത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി സുഹൃത്തുക്കളെ, താഴെ ബൈ എന്നും സെൽ എന്നും ഉണ്ട്. നമ്മൾ വാങ്ങാൻ പോവാണ്. വാങ്ങിക്കോളൂ. ബൈ എന്നതിൽ തൊട്ടോളൂ. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു. ബൈ എന്നതിൽ തൊടുക. നമ്മൾക്ക് പ്രൈസ് ഞാൻ പറഞ്ഞു, ബിഡും ആസ്കും എന്നാൽ നമ്മൾ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മാർക്കറ്റിലുള്ള ഇപ്പോഴത്തെ പ്രൈസിന് കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് വില പ്രൈസ് ഫ്ലക്ച്വേഷൻ നമ്മൾ നോക്കിയിരുന്നുകൊണ്ടിരിക്കേണ്ടാവും. ആ സമയത്ത് മാറിപ്പോവുകയാണെങ്കിൽ വീണ്ടും റീകോട്ട് ചെയ്യണം. ബൈ എന്ന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓർഡർ കിട്ടാത്ത സാഹചര്യം വരുമ്പോഴാണ് വീണ്ടും ബൈ എന്നതിൽ കോട്ട് ചെയ്യേണ്ടത്. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് പ്ലേസ് ചെയ്യപ്പെട്ടാൽ ഓട്ടോമാറ്റിക് നമ്മൾ ഓർഡർ ചെയ്യുന്ന പേജിൽ നിന്ന് തനിയെ മാറും. പിന്നെ ആ പേജിൽ നിൽക്കപ്പെടില്ല. വേറെ പേജിലേക്ക് വരും. ട്രേഡ് നടന്ന പേജിലേക്ക്. എവിടെയാണ് ട്രേഡ് നടന്നതിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ കിട്ടുന്ന പേജിലേക്ക്. അതിലെന്താ കാണുന്നത്? നേരത്തെ നിങ്ങൾ കണ്ട ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ തന്നെയാണ്. പക്ഷെ മാറ്റങ്ങൾ വന്നു. അവിടെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്പർ, അതിനുശേഷം അക്കൗണ്ട് കറൻസി $, ഇക്വിറ്റി മാറിയത് കണ്ടോ?
മുൻപ് $1,00,000 തുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ലാഭം വന്നാൽ 1,00,000 മുകളിൽ തുക വരുവോടെ. നിങ്ങൾ വാങ്ങിയ വിലയേക്കാളും താഴേക്ക് പോയ നഷ്ടം വരുമ്പോൾ 1,00,000 വില പൈസ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ലാഭമാണെങ്കിൽ നീല നിറത്തിൽ കാണിക്കും, നഷ്ടമാണെങ്കിൽ ചുവപ്പ് നിറത്തിൽ കാണിക്കും. ലൈവാണ് കേട്ടോ, ഇപ്പോൾ മാർക്കറ്റിൽ ലൈവായിട്ട് നടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഓടിക്കൊണ്ടേയിരിക്കും. അതിന്റെ തൊട്ട് താഴെ അക്കൗണ്ട് കറൻസി ഇക്വിറ്റിന് ശേഷം മാർജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കച്ചവടത്തിന് എത്ര തുക നമ്മൾ ഉപയോഗിച്ചു. എങ്ങനെ? എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ഈ 100 രൂപയിൽ നിന്ന് 10 രൂപ കൊടുത്ത് ഞാൻ മിഠായി വാങ്ങി. ബാക്കി 90 രൂപയില്ലേ മിഠായി വാങ്ങാൻ ഉപയോഗിച്ച 10 രൂപ മാർജിൻ എന്ന് വിളിക്കുന്നു. ബാക്കി 95 രൂപ, ബാക്കി 90 രൂപ അത് അടുത്ത കച്ചവടത്തിന് എനിക്ക് ഉപയോഗിക്കാം, എന്താ ആവശ്യത്തിന് ഉപയോഗിക്കാം, അത് ഫ്രീ മാർജിൻ എന്ന് വിളിക്കും. അപ്പൊ മാർജിൻ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിന് വേണ്ടി എത്ര തുക ഉപയോഗിച്ചു എന്നതാണ് മാർജിൻ. ഫ്രീ മാർജിൻ എന്ന് പറഞ്ഞാൽ ഇനി എത്ര കൂടി തുക ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കയ്യിലുണ്ട്, അതാണ് ഫ്രീ മാർജിൻ. അടുത്തെന്താണ് മാർജിൻ ലെവൽ. അത് വേറെ സെഷനിൽ വരുന്നുണ്ട്. ആ കാൽക്കുലേഷൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും, ആദ്യമായി വരുന്നവർക്ക് പ്രത്യേകിച്ച്. ബാലൻസ്, കച്ചവടം തുടങ്ങുമ്പോൾ എത്രയാണ് നമ്മളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായത് അതാണ് കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, തൊട്ടു താഴെ പൊസിഷൻസ് എന്ന് കാണാം, അതിന്റെ തൊട്ടു താഴെ സെലക്ട് എന്ന് കാണാം, അതിന്റെ താഴെ സിംബൽസ് എന്ന് കാണാം. എന്ത് ഐറ്റമാണ് നമ്മൾ കച്ചവടം നടത്തിയത് അതാണ് സിംബൽ. അവിടെ നിങ്ങൾക്ക് തൊട്ടു താഴെ XAUSD എന്നാണ് കാണുക, ഗോൾഡാണ് കച്ചവടം നടത്തിയത്. അതിനുശേഷം ടൈപ്പ് എന്ന് കാണാം, ടൈപ്പിന്റെ ചൂടെ ബൈ. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങുമ്പോൾ ടൈപ്പിന്റെ ചുവടെ ബൈ എന്ന് എഴുതി കാണിക്കുന്നു. വിറ്റുകൊണ്ടാണ് കച്ചവടം നടക്കുന്നെങ്കിൽ ബൈ മാറിയിട്ട് അവിടെ തനിയെ സെൽ എന്ന് വരും. അപ്പൊ നമ്മൾ കച്ചവടം തുടങ്ങിയത് വാങ്ങിക്കൊണ്ടാണോ വിറ്റുകൊണ്ടാണോ എന്ന് കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയിൽ. സുഹൃത്തുക്കളെ, തൊട്ടുശേഷം വോളിയം, ഒരു ലോട്ടാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭമോ നഷ്ടമോ എന്ന് അവിടെ കാണിക്കുന്നു. ചുവപ്പാണെങ്കിൽ നഷ്ടം, നീലയാണെങ്കിൽ ലാഭം. അതിന്റെ വലതുവശത്ത് ചെറിയൊരു ആരോ ഉണ്ട്. ആ ആരോയില് എല്ലാവരും തൊടും, വിൻഡോ എക്സ്പാൻഡ് ആയി വരും. എന്താ അതിൽ കാണിക്കുന്നത്? ഓർഡർ ID ആദ്യം കാണിക്കുന്ന ഓർഡർ ID ആണ്. അതിന്റെ തൊട്ട് താഴെ പ്രൈസ്, ഏത് പ്രൈസിന് കച്ചവടം തുടങ്ങി. വലതുവശത്ത് CR പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ്, അത് എത്രയാണ്. അപ്പൊ നമ്മൾ വാങ്ങിയ വില എത്ര, ഇപ്പോഴത്തെ വില എത്ര, അത് രണ്ടും കാണിക്കുന്നു. പിന്നെ സ്റ്റോപ്പ് ലോസ്, നമ്മൾ ഏത് വിലയ്ക്കാണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തത്. നഷ്ടം വന്നാൽ എവിടെ എത്തുമ്പോൾ അവസാനിക്കും, അത് കൊടുത്തു. ടേക്ക് പ്രോഫിറ്റ്, ഏത് വില എത്തിയപ്പോൾ ടേക്ക് പ്രോഫിറ്റ് എടുക്കുമെന്ന് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്തു, അത് കാണിക്കുന്നു. ചുവടെ ഡേറ്റും സമയം നമ്മുടെ ലോക്കൽ ടൈം അല്ല കേട്ടോ, ബേസിക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്തിന് അടിസ്ഥാനമാക്കിയാണ്, ലോക്കൽ ടൈം അല്ല എന്ന് മാത്രം. സുഹൃത്തുക്കളെ, ഇതിൽ നിങ്ങൾ കണ്ടത് ഒരു കച്ചവടത്തിന്റെ, ഒരു ട്രേഡ് നടത്തിയതിന്റെ പൂർണ്ണ വിവരങ്ങളെ കുറിച്ചാണ്. ഇനി നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് മാറ്റണം, ഒന്നുകിൽ വില മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് വേണ്ട, ക്യാൻസൽ ചെയ്യണം. പറ്റുമോ? പറ്റും. കച്ചവടം തുടങ്ങിയപ്പോൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ടേക്ക് പ്രോഫിറ്റ് വേണ്ടെന്ന് വെച്ചു. കുറച്ച് വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പൊക്കോട്ടെ, ടേക്ക് പ്രോഫിറ്റ് വേണ്ട, വെക്കേണ്ട, ഇപ്പോൾ മാറ്റണം. എങ്ങനെ എഡിറ്റ് ചെയ്യുക? അവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് ക്ലോസ് എന്നും പാർഷ്യൽസ് എന്നും ഹെഡ്ജ് എന്നും എഡിറ്റ് എന്നും കണ്ടോ? വലതുവശത്ത് താഴെ കാണുന്ന എഡിറ്റ് എന്നതിൽ എല്ലാവരും പോയി തൊടും. എഡിറ്റ്. ടേക്ക് പ്രോഫിറ്റ് എന്ന കോളത്തിൽ കിടക്കുന്ന തുക അങ്ങ് ഒഴിവാക്കിക്കോളൂ. ടേക്ക് പ്രോഫിറ്റ് എന്ന കോളത്തിലെ തുക ഒഴിവാക്കുക. എന്നിട്ട് അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്ഡേറ്റ്. സുഹൃത്തുക്കളെ, അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള ടേക്ക് പ്രോഫിറ്റ് നമ്മൾ കൊടുത്തത് എന്താണോ അതുണ്ടാവില്ല. നമ്മൾ കൊടുത്ത ടേക്ക് പ്രോഫിറ്റിന്റെ സ്ഥലത്ത് പ്രൈസ് ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കണ്ട വിൻഡോയിൽ തന്നെ XAUSD ബൈ അതിന്റെ വലതുവശത്തുള്ള ആരോയിൽ പോയി തൊടുക. എന്താ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഇല്ല. നേരത്തെ കൊടുത്തതായിരുന്നു, അപ്പൊ എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ് എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഒരു കച്ചവടത്തിലെ സ്റ്റോപ്പ് ലോസോ ടേക്ക് പ്രോഫിറ്റോ മോഡിഫൈ ചെയ്യുന്ന സംവിധാനം എന്ത് എന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇനി ഇത് അവസാനിപ്പിക്കണം. ഇനി അതല്ല അവസാനിപ്പിക്കും. ഇപ്പോൾ ഞാൻ കച്ചവടം അവസാനിപ്പിക്കുന്നില്ല, സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ കിടന്നോട്ടെ.
ഇന്ന് ഇറങ്ങിപ്പോകണം. ഈ കച്ചവടം ഇപ്പോൾ നോക്കിയിരിക്കുന്നില്ല. നമ്മൾ ഇതിന്ന് ഇറങ്ങിപ്പോയാൽ കച്ചവടം അവസാനിക്കുമോ? ഇല്ല. എല്ലാവരും സ്ക്രീനിന്റെ താഴെ ഹോം ബട്ടണിലെ ഏറ്റവും താഴെ നിങ്ങളുടെ ഹോം ബട്ടണിൽ പോയി തൊടുക. അതോടുകൂടി നിങ്ങൾ എക്സിറ്റ് ആയി. വീണ്ടും എടുക്കണോ? വീണ്ടും ആപ്ലിക്കേഷൻ പോയി തൊടുക. അത് ഓപ്പൺ ആയി വരും. സുഹൃത്തുക്കളെ, സ്റ്റോപ്പ് ലോസോ ടേക്ക് പ്രോഫിറ്റ് ഇട്ടോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിലും എപ്പോ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ആയി പോവുക ചെയ്യാം. ഇന്റർനെറ്റ് പോയി, കണക്ഷൻ മിസ്സായി, ഇതൊന്നും പ്രശ്നമല്ല. സ്റ്റോപ്പ് ലോസോ ടേക്ക് പ്രോഫിറ്റോ സെറ്റ് ചെയ്തുകൊണ്ടാണ് കച്ചവടം പ്ലേസ് ചെയ്തെങ്കിൽ എന്നാണോ ആ വിലയെത്തുന്നത് അന്ന് തനിയെ കച്ചവടം നടക്കും. നമ്മൾ ഫുൾ ടൈം നോക്കിയിരിക്കേണ്ടതില്ല. നമ്മൾ നോക്കിയിരുന്നാലും ഇല്ലെങ്കിലും അത് ഇന്നായാലും 1 മാസം 1 വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ആ വിലയെത്തുമ്പോൾ തനിയെ കച്ചവടം അവസാനിച്ചോളും. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ കച്ചവടം വേണ്ട, എനിക്ക് അവസാനിപ്പിക്കണം. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. ക്ലോസ് എന്ന് കണ്ടോ? ക്ലോസ് എന്ന് പോയി ക്ലിക്ക് ചെയ്തോളൂ. അതോടുകൂടി ആ കച്ചവടം അവസാനിപ്പിക്കുകയായി. ട്രേഡ് അവസാനിച്ചു. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് കറൻസിയുടെ തൊട്ടു താഴെ ഇക്വിറ്റി എന്നൊരു കോളം ഉണ്ടല്ലോ. ആ ഇക്വിറ്റി എന്ന കോളത്തിൽ എത്ര തുകയുണ്ടെന്ന് നോക്കുക. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തുക. 1 ലക്ഷത്തിൽ നിന്ന് കുറവാണെങ്കിൽ നഷ്ടമാണ്, കൂടുതലുണ്ടെങ്കിൽ ലാഭമാണ്. അത്രയുള്ളൂ കാര്യം. ഒരു കച്ചവടം ഇപ്പോൾ നമ്മൾ ചെയ്തു നോക്കിയത് വാങ്ങിക്കൊണ്ടാണ് കച്ചവടം നടത്തിയത്. ഇനി ചെയ്യാൻ പോകുന്നത് വിറ്റുകൊണ്ട്. ഇത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഗോൾഡ് ഇല്ല. നമ്മളുടെ കയ്യിൽ ഗോൾഡ് ഇല്ല എങ്കിലും നമ്മൾ ഗോൾഡ് വിൽക്കാൻ പോവാണ്. അപ്പൊ കയ്യിലില്ലാത്തതിനെ എങ്ങനെയാണ് വിൽക്കുക? അതിന്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും? എല്ലാവരും സ്ക്രീനിന്റെ താഴെ ഇടതുവശത്ത് ട്രേഡ് എന്ന പേജിൽ വരും. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന അസൈൻമെന്റ് ഒരുപാട് ട്രേഡ് ചെയ്യണമെന്നാണ്. ഇത് 24 മണിക്കൂറുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് എപ്പോൾ വേണം നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഇന്ന് നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് തന്നിരിക്കുന്നത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ കച്ചവടം നടത്തിയിട്ട് ലാഭമാകുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കും. ലാഭമായിട്ടേ കച്ചവടം അവസാനിപ്പിക്കും. നെവർ. ഡെമോ അക്കൗണ്ടിന്റെ ലക്ഷ്യം നഷ്ടങ്ങൾ എത്രയോ വന്നോളട്ടെ എന്ന്. എത്ര നഷ്ടം വന്നാലും കുഴപ്പമില്ല. ആ നഷ്ടങ്ങൾ എങ്ങനെയാണ് വരിക എന്ന് കാണണം. അത് ഡെമോയിലേ കാണണ്ടുള്ളൂ, റിയൽ ബിസിനസ് കാണരുത്. അങ്ങനെ നഷ്ടങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. അതാണ് ലക്ഷ്യം. ഇപ്പൊ സുഹൃത്തുക്കളെ, കൃത്യമായി കുറേ ട്രേഡുകൾ ചെയ്യുക. അത് ഇന്ന് കേട്ടോ, നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഒരു ദിവസം 5 മിനിറ്റ്, ഞാൻ വീണ്ടും പറയാണ്, ഒരു ദിവസം 5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാവുള്ളൂ ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്താൽ എത്ര കാലം കഴിഞ്ഞാലും സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകുന്നവരായിരിക്കും. നിങ്ങൾ എവിടെയും നിൽക്കില്ല. സിസ്റ്റമാറ്റിക്, സ്ഥിരമായ ലാഭം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞിട്ടില്ലട്ടോ, സ്ഥിരമായ ലാഭം. സുഹൃത്തുക്കളെ, അതിന്റെ ചിട്ടയോടുകൂടി തന്നെ പോകണം. നമുക്കിനി ഒരു ട്രേഡ് വിറ്റുകൊണ്ട് നടത്താം. വാങ്ങുകയല്ല, വിൽപ്പന. എല്ലാവരും XAUSD പോയി ടാപ്പ് ചെയ്യാം. വോളിയം എന്നതിൽ പോയി മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കുക. വോളിയം 1. ബൈയും സെല്ലും ഉണ്ടല്ലോ, എല്ലാവരും സെൽ എന്നതിൽ ഹിറ്റ് ചെയ്യുക. വിറ്റു, വിൽപ്പന നടത്തി കഴിഞ്ഞു. വാങ്ങല്ല ചെയ്തത്, വിൽപ്പന. പ്രൈസ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും സെല്ല് ഹിറ്റ് ചെയ്തോളണം കേട്ടോ. സെല്ല് ചെയ്യുമ്പോൾ ഒരു കച്ചവടം നടത്തിയാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല എന്ന് ഓർക്കണം. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല, ടേക്ക് പ്രോഫിറ്റ് ഇട്ടില്ല, വെറുതെ സെല്ല് ചെയ്തു. അപ്പൊ സെല്ല് ചെയ്തതിന് ശേഷം എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടാം, എങ്ങനെ ടേക്ക് പ്രോഫിറ്റ് ഇടാം. ഒരു കച്ചവടം തുടങ്ങിയതിന് ശേഷവും വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് ഒക്കെ ഇടാം. തുടങ്ങുന്ന ഒപ്പം ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഔചിത്യമാണ്. എല്ലാവരും സെലക്ട്, തൊട്ട് താഴെ സിമ്പിൾ XAUSD. സിമ്പിളിന്റെ വലതുവശത്ത് ടൈപ്പിന്റെ താഴെ എന്താണ്? സെല്ലാണ്. നേരത്തെ എന്തായിരുന്നു? ബൈ ആയിരുന്നു. വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്തപ്പോൾ അവിടെ ബൈ എന്ന് കാണിച്ചു. ഇപ്പോഴോ വിറ്റുകൊണ്ടാണ് കച്ചവടം, സെൽ എന്ന് കാണിക്കുന്നു. വലതുവശത്തുള്ള ചെറിയ ആരോയിൽ പോയി തൊടുക. പ്രൈസ് 3984 സം ചേഞ്ചിനാണ് എനിക്ക് പ്രൈസ് കിട്ടിയത്. ഇപ്പോഴത്തെ പ്രൈസോ കൂടുതലാണ്. വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങിയാൽ താഴത്തേക്ക് വരുമ്പോഴേ ലാഭം അല്ലേ? കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു ഉദാഹരണം എന്താ? മാങ്ങയ്ക്ക് ഇപ്പോൾ 200 രൂപ, വില താഴേക്ക് പോകും, 100 രൂപയായി കുറയുമെന്ന്. മാങ്ങ വിറ്റപ്പോൾ 200 കിട്ടി, വാങ്ങാൻ ചെന്നപ്പോൾ 100 ചിലവായുള്ളൂ, ബാക്കി 100 ലാഭം. അപ്പൊ വില താഴത്തേക്ക് പോകുമെന്ന് അറിയാമെങ്കിൽ ആദ്യം വിറ്റുകൊണ്ട് കച്ചവടം. ഇപ്പൊ ചെയ്തത് നമ്മൾ വിറ്റുകൊണ്ടാണ് കച്ചവടം ചെയ്തത്. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് എവിടെയാ?
ഉയർന്ന വിലയിൽ. എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്? ഉയർന്ന വിലയിൽ. കാരണം വിറ്റ് കഴിഞ്ഞിട്ട് വില താഴേക്ക് വന്ന ലാഭം, വില മുകളിലേക്ക് പോയ നഷ്ടം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മുകളിലാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും എഡിറ്റ് എന്നതിൽ കൊടുക്കൂ, എഡിറ്റ്. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എന്ന് തൊടും. സ്റ്റോപ്പ് ലോസ് 3990 എന്ന് കൊടുത്തോളൂ. 3990. ടേക്ക് പ്രോഫിറ്റ് 3960 എന്ന് കൊടുത്തോളൂ. വില താഴേക്ക് വന്നാൽ 3000 നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും സ്ക്രീനിൽ കാണാം. ഇനി അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഇതിൽ വന്നേക്കുന്ന XAUSDയിലെ വലതുവശത്തുള്ള ചെറിയ ആരോയിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ കച്ചവടം തുടങ്ങിയപ്പോൾ സ്റ്റോപ്പ് ലോസും ഉണ്ടായില്ല, ടേക്ക് പ്രോഫിറ്റ് ഉണ്ടായില്ല. എങ്ങനെയാണ് പിന്നീട് ഇത് ആഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്തത്. സുഹൃത്തുക്കളെ, ഈ കച്ചവടം അവസാനിപ്പിക്കണം. എന്താ ചെയ്യേണ്ടത്? ക്ലോസ് എന്ന് പോയി ഹിറ്റ് ചെയ്യുക. ക്ലോസ്, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ കച്ചവടം അവസാനിച്ചോളും, ഓർഡർ ക്ലോസ് ചെയ്യപ്പെടുന്നു. നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടൊരു കച്ചവടം നടത്തി, വിറ്റുകൊണ്ടൊരു കച്ചവടം നടത്തി. ഇതിന്റെ ഹിസ്റ്ററി എവിടെ കാണുക? നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പേജിൽ പൊസിഷന്റെ തൊട്ട് താഴെ സ്കെഡ്യൂൾഡ് ഓർഡർ, അതിന് ശേഷം ഹിസ്റ്ററി. ആ ഹിസ്റ്ററി എന്ന പേജിൽ പോകും. നമ്മൾ നടത്തിയ കച്ചവടം എന്ത്, ഏത് വിലയ്ക്ക് കച്ചവടം നടത്തി, ഓരോ ഐറ്റത്തിന്റെയും വലതുവശത്ത് ചെറിയ ആരോ ഇല്ലേ, ആരോയിൽ പോയി നോക്കിയാൽ സ്റ്റോപ്പ് ലോസ് എത്ര, ടേക്ക് പ്രോഫിറ്റ് എത്ര, എന്ത് വിലയ്ക്ക് കച്ചവടം തുടങ്ങി, എപ്പോൾ തുടങ്ങി, എല്ലാ വിവരങ്ങളും അവിടെ കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ഹിസ്റ്ററി എന്ന പേജിന്റെ തൊട്ട് താഴെ ടുഡേ എന്നല്ലേ, ആ ടുഡേക്ക് പകരം ഇടതുവശത്ത് ടുഡേ എന്ന് എഴുതിയ അതേ വരിയിൽ ഇടതുവശത്ത് ലെഫ്റ്റ് കോർണറിൽ 3 കുത്തുകൾ ഫിൽട്ടർ എന്ന് കാണാം. അവിടെ തൊടുക. ടുഡേ, ഇന്നത്തെ കണക്ക്. ദിസ് വീക്ക്, ഈ ആഴ്ചയിൽ നടത്തിയ മൊത്തം ട്രേഡിന്റെ റിസൾട്ട്, ഹിസ്റ്ററി. ദിസ് മന്ത്, ഒരു മാസത്തേക്ക് പൂർണ്ണമായ കണക്ക്. ഇനി അതല്ലെങ്കിൽ കസ്റ്റം പീരീഡ്, ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ എൻ്റെ ട്രേഡുകളുടെ മൊത്തമായ റിസൾട്ട് ഒക്കെ നമുക്ക് എപ്പോഴും ഹിസ്റ്ററി എടുക്കുന്ന എവിടെ നിന്നാണ് കാണിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു കച്ചവടം നടത്തുന്നത് എങ്ങനെ, ഒരു കച്ചവടം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചു. കുറെ ട്രേഡ് ചെയ്യണം കേട്ടോ. ഇന്ന് ലാഭവും നഷ്ടമൊക്കെ വരട്ടെ, എല്ലാ പൈസയും പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇന്ന് നിങ്ങളത് ചെയ്യണം. നാളെ നിങ്ങൾക്ക് അതൊക്കെ അവസാനം ഞാൻ നിർത്തുകയാണ്. കുറച്ചുകൊണ്ടൊരു കൃത്യമായി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് വേണം തീരുമാനം എടുക്കുന്ന പ്രോസസ്സിലേക്ക്. സുഹൃത്തുക്കളെ, നമുക്കിനി ചാർട്ട് സെറ്റ് ചെയ്യാം. എല്ലാവരും സ്ക്രീനിന്റെ താഴെ ഇടതുവശത്തുനിന്ന് രണ്ടാമത് ലെഫ്റ്റ് കോർണറിൽ ട്രേഡ്, ഏറ്റവും താഴെ അതിന്റെ തൊട്ട് ചേർന്ന് ചാർട്ട്. എല്ലാവരും ചാർട്ടിൽ പോയി തൊടുക. ചാർട്ട് എന്ന സ്ഥലത്ത് എല്ലാവരും തൊടുക. അപ്പൊ നിങ്ങൾ ഒരു ചാർട്ടിലേക്ക് എത്തി. അത് ഏത് ചാർട്ടാവോ, ഏതു ചാർട്ടും ആവാം, ഏതായാലും കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർട്ട് കിട്ടിയാൽ എവിടെ നിന്ന് വായിക്കണം ഞാൻ പറഞ്ഞില്ലേ. സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് എന്തിനെക്കുറിച്ചുള്ള ചാർട്ട്, സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് എന്തിനെക്കുറിച്ചുള്ള ചാർട്ട്, വലതുവശത്ത് എന്താണ് ഇപ്പോഴത്തെ വില, സ്ക്രീനിന്റെ താഴെ ഡേറ്റ്, നാളെ നിങ്ങൾക്ക് ഡേറ്റ് കാണാം. മൂന്നാമത് വായിക്കേണ്ടത് താഴെ, നാലാമത് വായിക്കുന്നത് ടൈം ഫ്രെയിം. മുകളിൽ URUSD എന്നതിന്റെ തൊട്ട് ചേർന്ന് 1H എന്ന് കണ്ടോ? ചാർട്ടിന്റെ മുകളിൽ ഇടതുവശത്ത് URUSD എന്ന് തൊട്ട് ചേർന്ന് 1H, മണിക്കൂർ ബേസ് ഉള്ള ക്യാൻഡിലാണത്. സുഹൃത്തുക്കളെ, ഈ 1H എന്ന് കൊടുത്താൽ മണിക്കൂർ ബേസ് ഉള്ള ക്യാൻഡിൽ ഞാൻ പറഞ്ഞു. ആ സമയക്രമമൊക്കെ മാറ്റാം, ആ സംവിധാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം. അതിനു മുമ്പ് ഗോൾഡിന്റെ ചാർട്ട് ഒന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ EURUSD അല്ലേ, ഗോൾഡിന്റെ ചാർട്ട് എവിടെ നിന്ന് എടുക്കുക? സുഹൃത്തുക്കളെ, വലതുവശത്ത് പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിന്റെ ഏറ്റവും മുകളിലായി റൈറ്റ് കോർണറിലേക്ക് ചെറിയ ആരോ കണ്ടോ? ആ ആരോയിൽ പോയി തൊടും. വളരെ ലൈറ്റ് ആയിട്ടൊരു ആരോ. അപ്പൊ ലെഫ്റ്റിലേക്ക് ഒരു വിൻഡോ സ്ലൈഡ് ചെയ്ത് വരും. അതിലാദ്യം കാണുന്ന ബട്ടൺ ഡാർക്ക് ആൻഡ് ലൈറ്റ് മോഡിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഏറ്റവും ആദ്യം കാണുന്ന ഒരു ചന്ദ്രക്കലുള്ള ആ ഒരു ചിഹ്നം. അതിനുശേഷം
നിങ്ങൾക്ക് EUR/USD എന്നുണ്ട്. ആ EUR/USD പോയി തൊടൂ. അപ്പോൾ നമ്മളുടെ മെയിൻ സ്ക്രീനിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ തിരഞ്ഞെടുത്തത് അത് ഡ്രോപ്പ് ഡൗൺ മെനു ആയിട്ട് വരും. അതിൽ XAU/USD എന്നുണ്ട്, ഗോൾഡ് vs US$. എല്ലാവരും XAU/USD ടാപ്പ് ചെയ്തോളൂ. XAU/USD ഗോൾഡ് vs US$ എന്ന ചാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സുഹൃത്തുക്കളെ, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ലോഡ് ചെയ്ത് അതിന് വേണ്ട ഇൻഡിക്കേറ്റേഴ്സ്, അത് മൂവിങ് ആവറേജ് ആവാം, ഇച്ചിമൂക്കോയ് ആവാം, ഏത് ഇൻഡിക്കേറ്ററും ആവട്ടെ, ഒരിക്കൽ സെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും അത് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത ഒരു പ്രാവശ്യം എല്ലാം ചിട്ടപ്പെടുത്തിയതിനെ പിന്നെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതില്ല. അത് പോയി സെലക്ട് ചെയ്യാനായിട്ട് സേവ് ചെയ്യുന്ന സിസ്റ്റവും ആ സേവ് ചെയ്ത സിസ്റ്റത്തെ എങ്ങനെ എടുക്കുക എന്നതും നമ്മളിപ്പോൾ ചെയ്ത് നോക്കും. മറ്റൊന്നുകൂടി, ചില വ്യക്തികൾ മൂവിങ് ആവറേജ് എന്ന ഇൻഡിക്കേറ്റർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൂവിങ് ആവറേജ്, അതിൻ്റെ പല കോമ്പിനേഷൻ അത് ഉപയോഗിക്കും. ചില വ്യക്തികൾക്ക് ഇച്ചിമൂക്കുന്നതേ പറ്റുള്ളൂ, മറ്റൊന്നും അവർക്ക് പറ്റില്ല. അല്ലെ ക്ലൗഡ് എന്ന ടൂള് ഓരോ വ്യക്തിക്ക് കണക്കാക്കി അവർക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആ കസ്റ്റമൈസേഷൻ എങ്ങനെ, അതും കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്ത് ചെറിയ ആരോ ഉണ്ടല്ലോ, അതിൽ പോയി തൊടുക. ഒരു സെക്കൻഡ്, അതിനു മുമ്പ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും സ്ക്രീനിന്റെ വലതുവശത്ത് മുകളിലുള്ള ആരോ റിവേഴ്സ് പോട്ടെ, ഒന്നുകൂടി തൊട്ടാൽ അത് നേരെ പിറകോട്ട് പൊക്കോളും. അത് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം. മുകളിൽ വെൽത്ത് എന്ന് എഴുതി അതിന്റെ തൊട്ട് താഴെ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ്. എല്ലാവരും ആ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി തൊടുക. ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എഴുതി വരികയും തൊട്ട് താഴെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഫീൽഡ് ഉണ്ട്, സെർച്ച് ഫീൽഡ്. എല്ലാവരും അവിടെ മൂവിങ് ആവറേജ് എന്ന് കൊടുക്കുക. മൂവിങ് എന്ന് കൊടുത്താൽ മതി, MOVING. മൂവിങ് ആവറേജിന്റെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ മുകളിൽ നിന്ന് 6ാമത്തേത് മൂവിങ് ആവറേജ് എന്ന് മാത്രം ഉണ്ടാകും എഴുതി വെച്ചേക്കുന്നു. മൂവിങ് ആവറേജ്, ആ മൂവിങ് ആവറേജ് എന്ന് മാത്രം എഴുതിയ സ്ഥലത്ത് തൊടുക. ഒരു പ്രാവശ്യം തൊട്ടപ്പോൾ ഒരു പ്രാവശ്യം മൂവിങ് ആവറേജ് 14 എന്നത് സ്ക്രീനിൽ വന്നു. നമുക്ക് മൂവിങ് ആവറേജ് ഒരെണ്ണം കൂടി വേണം. മൂവിങ് ആവറേജിൽ ഒന്നുകൂടി തൊടുക. ഇപ്പൊ മൂവിങ് ആവറേജ് നിങ്ങൾ 2 പ്രാവശ്യം തൊട്ടപ്പോൾ 2 മൂവിങ് ആവറേജുകൾ മെയിൻ സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന പേജിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് എഴുതിയ സ്ഥലത്ത് വലതുവശത്ത് ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിന് എഴുതിയതിന്റെ വലതുവശത്ത് ഇൻറ്റു മാർക്ക്, അതിൽ പോയി തൊടുക. ചാർട്ടിലെത്തി. നിങ്ങളുടെ സ്ക്രീനിൽ എന്താ ഇപ്പോൾ കാണുന്നത്? മുകളിൽ XAU/USD, തൊട്ട് താഴെ പ്രൈസ്, അതിനുശേഷം MA എന്ന് പറഞ്ഞ് 9 2 പ്രാവശ്യമുണ്ട്. അത് മാറ്റി 9 മാറ്റി 14 ആക്കാൻ പോവാണ്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ 14. എല്ലാവരും MA9 എന്ന് സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്തുള്ള MA9 പോയി തൊടുക. ഒരു റെക്ടാങ്കുലർ ബോക്സ് വരും. അതിന്റെ വലതുവശത്ത് റൈറ്റ് കോർണറിൽ 3 കുത്തുകൾ. എല്ലാവരും ആ 3 കുത്തുകൾ തൊടുക. ആ 3 കുത്തുകളിൽ എല്ലാവരും തൊടുക. അപ്പോൾ സ്ക്രീനിന്റെ താഴെ വേറൊരു വിൻഡോ തെളിഞ്ഞു വരും. അതിൽ ഏറ്റവും താഴെ സെറ്റിംഗ്സ് എന്നാണ്. സെറ്റിംഗ്സ്, ഏറ്റവും താഴെ സെറ്റിംഗ്സ് അല്ലേ നോക്കൂ, അതിൽ പോയി തൊട്ടുള്ളൂ. ആദ്യം MA, മൂവിങ് ആവറേജിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. MA എന്നും തൊട്ട് താഴെ ഇൻപുട്സ് എന്നും അല്പം താഴെ ലെങ്ത് എന്നും, ലെങ്ത്തിന്റെ വലതുവശത്ത് 9 എന്നുണ്ട്. ആ 9 മാറ്റി 14 കൊടുക്കൂ, 14. മൂവിങ് ആവറേജ് 14. അല്പം താഴെ സ്മൂത്തിങ് ലെങ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും 9 മാറ്റുക, 14 എന്ന് കൊടുക്കുക. മൂവിങ് ആവറേജ് 14ന്റെ നിറം കൂടി നമ്മൾ സെലക്ട് ചെയ്യണം. അതെവിടെ സെലക്ട് ചെയ്യുക? സുഹൃത്തുക്കളെ, മുകളിൽ ഇൻപുട്സിന്റെ തൊട്ട് വലതുവശത്ത് സ്റ്റൈൽ എന്നില്ലേ, ആ സ്റ്റൈലിൽ തൊട്ടോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലോട്ടിന്റെ വലതുവശത്തുള്ള നീല നിറം, ആ നിറത്തിൽ പോയി തൊടുക. അതിൽ ഒരുപാട് കളേഴ്സിന്റെ ബോക്സ് തെളിഞ്ഞു വരുന്നു. അതിൽ നിന്ന് മുകളിൽ ഇടതുവശത്ത് ചുവപ്പ് നിറമുണ്ട്, ആ നിറത്തിൽ തിരഞ്ഞെടുക്കുക. ചുവപ്പ് എടുത്തു കഴിഞ്ഞാൽ
നിറങ്ങളുടെ ബോക്സിന് പുറത്ത് എവിടെയെങ്കിലും തൊട്ടാൽ മതി, ആ ബോക്സ് പോകും. സുഹൃത്തുക്കളെ, തൊട്ട് താഴെയായിട്ട് 2 ടിക്ക് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. ഒന്ന് ലേബൽസ് ഓൺ പ്രൈസ് സ്കെയിൽ, വാല്യൂസ് ഓൺ സ്റ്റാറ്റസ് ലൈൻ. അത് രണ്ടും ഇടതുവശത്തുള്ള ടിക്കുകളൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ താഴെ വലതുവശത്ത് ഓക്കെ എന്നും തൊട്ട് ചേർന്ന് ക്യാൻസൽ എന്നും അതേ വരിയുടെ ലെഫ്റ്റ് കോർണറിൽ ഇടതുവശത്ത് 3 കുത്തുകൾ. ആ 3 കുത്തുകളിൽ തൊടുക. റീസെറ്റ് സെറ്റിംഗ്സ് എന്നും സേവ് ആസ് ഡീഫോൾട്ട് എന്നുണ്ട്. സേവ് ആസ് ഡീഫോൾട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ സേവ് ആസ് ഡീഫോൾട്ട് കൊടുത്തതിന് ശേഷം വലതുവശത്ത് താഴെ ഓക്കെ ഉണ്ട്. ആ ഓക്കെ കൊടുക്കുക. സുഹൃത്തുക്കളെ, MA21 വിസിബിൾ, അത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്റ്റിൽ രണ്ടാമത് കാണുന്ന MA14 ശേഷം തൊട്ട് താഴെ MA9 എന്ന് കാണാമല്ലോ, അത് വീണ്ടും തൊടുക. വലതുവശത്തുള്ള 3 കുത്തുകൾ എല്ലാവരും തൊടുക. ആ റെക്ടാങ്കുലർ ബോക്സിൽ വലതുവശത്ത് കാണുന്ന 3 കുത്തുകൾ. ഏറ്റവും താഴെ കാണുന്ന സെറ്റിംഗ്സിൽ പോയി തൊടുക. സ്റ്റൈലില് ബ്ലൂ ആണ്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിന്റെ തൊട്ട് താഴെ പ്രെസിഷൻ എന്നും അതിന്റെ ഇടതുവശത്ത് 3 കുത്തുകൾ അല്ല 2 ടിക്ക് ഇട്ടേക്കുന്നു, അത് ഒഴിവാക്കുക. ഇൻപുട്സ്, സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് ഇൻപുട്സിൽ പോയി തൊടുക. അവിടെ ലെങ്ത്തിന്റെ ചുവടെ കാണുന്ന 9 മാറ്റിയിട്ട് ലെങ്ത്തിന്റെ റൈറ്റിൽ കാണുന്ന 21 എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്മൂത്തിങ് ലെങ്ത് എന്ന് പറഞ്ഞ് താഴെ കാണുന്ന 9 മാറ്റി അതും 21 എന്ന് കൊടുക്കുക. ഇപ്പോൾ വലതുവശത്ത് താഴെ കാണുന്ന ഓക്കെയിൽ പോയി തൊടുക. ഈ 1421 അവിടെ നിൽക്കട്ടെ. ഇത് പക്ഷെ നമുക്കൊന്ന് സേവ് ചെയ്യണം. ലൈൻ വന്നിട്ടില്ല, അതിന്റെ പ്രോസസ്സിങ് എനിക്ക് തോന്നുന്നു അത് കൃത്യമായി വന്നോളും. നമുക്കിനി ഇതിലെ സേവ് ചെയ്യുന്ന ഒരു പ്രാവശ്യം MA14 MA21 സ്ക്രീനിൽ വന്നിട്ടുണ്ട്, വരും, അത് വന്നോളും. അത് സേവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം സുഹൃത്തുക്കളെ? സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്ത് 3 കുത്താണല്ലോ, അതിൽ പോയി തൊടുക. XIUSD തൊട്ട് വലതുവശത്ത് ഒരു ഫ്ലോപ്പിയുടെ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ, സേവ് ചെയ്യുന്ന ബട്ടൺ, അതിൽ പോയി തൊടുക. ലേഔട്ട് നെയിം, നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ പോകുന്ന ഇതിന് ഒരു ലേഔട്ട് നെയിം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. സോ MA14 എന്നും /21 മൂവിങ് ആവറേജ് 14 മൂവിങ് ആവറേജ് 21 ഞാൻ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് നമുക്ക് വായിച്ചാൽ തിരിച്ചറിയാൻ. പേര് കൃത്യമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേരിടാട്ടോ, അല്ലാതെ ഇങ്ങനൊരു പേര് ഇടാൻ പാടുള്ളൂ ഇന്നത് ഇടാൻ പാടില്ല എന്നില്ല. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുക്കുമ്പോൾ സേവ് എന്ന ബട്ടണിൽ ഗ്രീനായി വരികയും ആ ഗ്രീൻ ബട്ടൺ സ്വാഭാവികമായിട്ടും അത് തനിയെ അത് കട്ടായി പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞ് സേവ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അത് കട്ടായി പോവുകയും ചെയ്യും. എഡിറ്റ് ചെയ്യാൻ പറ്റും, വീണ്ടും എന്താ പറയുക, പുതിയ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ പറ്റും, ഇതേ ഒഴിവാക്കുകയും ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ഔചിത്യമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കിട്ടിയെന്ന് ലേഔട്ടിനെയും ഉൾപ്പെടെ സെറ്റ് ചെയ്തത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ആവറേജ് വന്നിട്ടില്ല, നിങ്ങളുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാനത് വർക്ക് ചെയ്ത് പോവുകയാണ്. എന്താണത് ചെയ്യുന്നത് സുഹൃത്തുക്കളെ? നിങ്ങളുടെ XIUSD
വലതുവശത്തുള്ള ഫ്ലോപ്പി ചിഹ്നമുണ്ടല്ലോ, അതിന്റെ തൊട്ട് വലതുവശത്ത് നിങ്ങൾക്കൊരു വേറൊരു ഫയൽ ചിഹ്നമുണ്ട്. ആ ഫയലിൽ പോയി തൊട്ട് നോക്കൂ. ഫയലിൽ തൊട്ട് നോക്കുമ്പോൾ പ്രൊഫൈൽ നമ്മൾ സേവ് ചെയ്തത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ എഴുതി കാണിക്കും നമ്മൾ എന്ത് പേരിൽ സേവ് ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ച്. അതിപ്പോഴും ലോഡിംഗ് ആണ് എനിക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. എനിവേ, ഒരു പുതിയ ചാർട്ട് കൂടി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പുതിയ ചാർട്ട് എടുക്കാനായിട്ട് നമ്മുടെ ഐക്കൺസ് വരുന്നതിലെ വലതുവശത്തുള്ള പ്ലസ് സിമ്പിൾ പോയ ഒരു പുതിയ ചാർട്ട് വരും. ഇതിൽ നമുക്ക് ഇച്ചിമോക്കു, മറ്റത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഇച്ചിമോക്കു, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പഠിച്ച ക്ലൗഡ് എന്ന ടൂൾ ഉണ്ടല്ലോ, ആ ക്ലൗഡ് എന്ന ടൂള് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും XAU USD എന്ന ചാർട്ടിൽ വലതുവശത്ത് മുകളിൽ റൈറ്റിലേക്കുള്ള ചെറിയ ആരോ, അതിൽ പോയി തൊടുക. ആദ്യം ഇച്ചിമോക്കു സെറ്റ് ചെയ്തിട്ട് അതിൽ പോയി സേവ് ചെയ്യാം. സുഹൃത്തുക്കളെ, ഒന്നുകൂടി ആ വിൻഡോ മിനിമൈസ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ്, മുകളിൽ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്നതിൽ പോയി തൊടുക. ഇൻഡിക്കേറ്റേഴ്സ്, അവിടെ സെർച്ച് ഫീൽഡ് ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റേഴ്സിന് തൊട്ടു ചൂടെ, അവിടെ പോയിട്ട് നിങ്ങൾ ഇച്ചിമൂക്കു എന്ന് കൊടുക്കുക. ഇച്ചിമൂക്കു, ICHIMOKU, അല്ലെങ്കിൽ ക്ലൗഡ് എന്നും കൊടുക്കാം. CLOUD ക്ലൗഡ്, അല്ലെങ്കിൽ ഇച്ചിമൂക്കു, ഏതും കൊടുക്കാം. തൊട്ട് താഴെ ഇച്ചിമൂക്കു ക്ലൗഡ് എന്ന് തെളിഞ്ഞു വരുന്നു. ഇച്ചിമൂക്കു ക്ലൗഡ്, അതിൽ പോയി തൊടുന്നു. ഒരു പ്രാവശ്യം തൊട്ടാൽ മതി മെയിൻ സ്ക്രീനിൽ ചാർട്ട് വരാൻ വേണ്ടിയിട്ട്, കൃത്യമായി അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന്റെ വലതുവശത്ത് ഇൻഡു മാർക്ക് ഉണ്ട്, പൊസിഷൻ, അത് ആ ചാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തോളൂ. ഇറ്റ് ഈസ് പ്രോസസ്സിങ്. സുഹൃത്തുക്കൾ, അത് ബാക്കി സെറ്റിങ്സ്, ഈ വശത്തുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സിലെ ഇച്ചിമൂക്കു സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അത് ലോഡ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാകണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കണം. അത് കൃത്യമായി ചെയ്ത് നോക്കിയാൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്തു നോക്കണം. അതിൻ്റെ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടി പറയാണ്. എപ്പോഴും ചാർട്ട് കിട്ടിയാൽ അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നത് പോയി തൊടുന്നു. ഇൻഡിക്കേറ്റേഴ്സിൽ പോയി തൊട്ടിട്ടാണ് അവിടെ ഏത് ഇൻഡിക്കേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. അതിൽ മൂവിങ് ആവറേജ് 14ഉം മൂവിങ് ആവറേജ് 21ഉം ഒരുമിച്ച് കിട്ടിയാൽ അത് എങ്ങനെ തീരുമാനമെടുക്കുമെന്നതും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നിലയിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ലാപ്ടോപ്പിൽ നിന്നാണ്. കുറെ കൂടി നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയിൽ വിസിനിറ്റി കൂടി പോകുന്ന, വിസിനിറ്റി നന്നായി രീതി കിട്ടുന്ന രീതിയിൽ അത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാപ്ടോപ്പിലെയും ഡെസ്ക്ടോപ്പിലെയും എല്ലാത്തിൻ്റെയും ഫങ്ഷനാലിറ്റി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കത് ആർക്കെങ്കിലും മിസ്സായിട്ട് എൻ്റെ സ്ക്രീൻ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ മിസ്സാവരുത്. അതുകൊണ്ടാണ്, നിങ്ങൾ സ്വന്തം സ്ക്രീനിൽ ചെയ്തു പോയവരാണെങ്കിൽ ഓക്കെ, എൻ്റെ മൊബൈലിൻ്റെ വിഷയമായിരിക്കാം, ബട്ട് സ്റ്റിൽ ചാർട്ട് ഫങ്ഷൻ നന്നായി പോകുന്നു. ഇത് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. തൊട്ടു മുമ്പ് നമ്മൾ തിരഞ്ഞെടുത്തതുപോലെ തന്നെ ഇടതുവശത്തുനിന്ന് ഐക്കൺ ഉണ്ടായി വരുന്നു. ഞാൻ XAUSD ഗോൾഡിൽ പോകുന്നു. ഗോൾഡിന്റെ ചാർട്ട് സ്വാഭാവികമായിട്ടും ലോഡ് ചെയ്യപ്പെടുന്നു. ഗോൾഡ് ലോഡ് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ഇടതുവശത്ത് മുകളിൽ XAUSD ആണെന്ന് ഉറപ്പാക്കുന്നു. എന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ പോകുന്നു. അവിടെ ഞാൻ മൂവിങ് എന്ന് കൊടുക്കുന്നു. മൂവിങ് ആവറേജ് എന്നത് തൊട്ട് മുമ്പ് കാണിച്ചതായതുകൊണ്ട് വേഗത്തിൽ പോകുന്നത്. മൂവിങ് ആവറേജ് എന്ന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. ഇനി ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്യാണ്, കാരണം എനിക്ക് മൂവിങ് ആവറേജ് 14ഉം മൂവിങ് ആവറേജ് 21ഉം സ്ക്രീനിൽ കൊണ്ടുവരണം. ഇപ്പോൾ ലൈൻ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ മൂവിങ് ആവറേജ് 9 എന്നതിനെ മാറ്റി 14 എന്ന് മാറ്റാൻ വേണ്ടി വലതുവശത്തുള്ള 3 കുത്തുകളിൽ പോയി തൊടുന്നു. എന്നിട്ട് ഞാൻ സെറ്റിങ്സിൽ പോകുന്നു.
സെറ്റിങ്സിൽ പോകുമ്പോൾ അതിൽ ഞാൻ ഇൻപുട്സ് എന്നത് മാറ്റി 14 എന്ന് കൊടുക്കുന്നു, 14. വീണ്ടും സ്മൂത്തിങ് ലെങ്ത് എന്നത് 14. നേരത്തെ ഞാൻ ചെയ്യിപ്പിച്ച അതേ കാര്യത്തിനെ ഒന്നുകൂടി ചെയ്തു പോകുന്നു. അടുത്ത സ്റ്റൈൽ എന്നതിൽ പോകുന്നു. അതിൽ നിറം മാറ്റിയിട്ട് ഞാൻ ചുവപ്പ് നിറം തിരഞ്ഞെടുക്കുന്നു. പുറത്തെവിടെയും ക്ലിക്ക് ചെയ്താൽ തിരഞ്ഞെടുത്തു. മൂവിങ് ആവറേജ് 14 എന്ന ഇൻഡിക്കേറ്റർ അവിടെ എനിക്ക് സ്ക്രീനിൽ ഉണ്ടായി വന്നു. മൂവിങ് ആവറേജ് 14. പക്ഷെ അവിടെ എഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ എഡിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ലേബൽസ് ഓൺ പ്രൈസ് സ്കെയിൽ, വാല്യൂ ഇൻ ദ സ്റ്റേറ്റസ് ലൈൻ. ഇത് രണ്ടും നമുക്ക് വേണ്ട. ലേബൽസ് ഓൺ പ്രൈസ് സ്കെയിൽ വേണ്ടാത്തതാണ്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ എൻ്റെ സ്ക്രീനിൽ ഈ ചുവന്ന നിറത്തിൽ വന്നിരിക്കുന്ന ലൈനാണ് മൂവിങ് ആവറേജ് 14 എന്ന ഇൻഡിക്കേറ്റർ. ഇനി ഞാൻ മൂവിങ് ആവറേജ് 21 എന്നതായി ഇതിന് എഡിറ്റ് ചെയ്യാണ്. 3 വര കുത്തുകളിൽ പോയി തൊടുന്നു. എന്നിട്ട് ഞാനതിട്ട് സെറ്റിങ്സിൽ പോകുന്നു. ബ്ലൂ തന്നെയാണ് എടുക്കുന്ന നിറം. ഇൻപുട്സിൽ പോയിട്ട് 9 മാറ്റി 21 എന്ന് കൊടുക്കുന്നു. മൂവിങ് ആവറേജ് 21. 14ഉം 21ഉം കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. 14ഉം 21ഉം കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റൈലിൻ്റെ ആ ഇടതുവശത്ത് കാണുന്ന ഈ ടിക്കുകൾ ഒഴിവാക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. മൂവിങ് ആവറേജ് 21 എന്നത് ചുവടെ വന്നു. 2 വരകൾ കണ്ടോ, ഒന്ന് മൂവിങ് ആവറേജ് 14 എന്ന ചുവന്ന വരയും മറ്റൊന്ന് മൂവിങ് ആവറേജ് 21 എന്ന നീല വരയും. ഇതിന്റെ നിയമം ഒന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക സുഹൃത്തുക്കളെ. സിമ്പിളാണ് നിയമം. ഒരു പുതിയ ക്യാൻഡിൽ നോക്കൂ, ഒരു പുതിയ ക്യാൻഡിൽ ഈ ചുവന്ന വരയുടെ മുകളിൽ കടന്നാൽ, മൂവിങ് ആവറേജ് 14 എന്ന ഇൻഡിക്കേറ്ററിന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പ്. ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യാമെന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് പ്രൈമറി റൂൾ. ശ്രദ്ധിക്കണേ. ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 14 എന്ന ചുവന്ന വരയുടെ മുകളിൽ കടന്നാൽ ട്രെൻഡ് പോസിറ്റീവ്, അപ്സൈഡ് ആണെന്ന്, വാങ്ങിക്കൊണ്ട് കച്ചവടം. എന്നാൽ ശ്രദ്ധിക്കുക, ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 21 എന്ന ഈ നീല വരയുണ്ടല്ലോ, ഈ നീല വരയുടെയും മുകളിൽ കടന്നാൽ ട്രെൻഡ് ഈസ് മോർ പോസിറ്റീവ്, കുറെ കൂടി ശക്തമായി പോസിറ്റീവാണ്. പിന്നെയോ മൂവിങ് ആവറേജ് 14 എന്ന ചുവന്ന വര മൂവിങ് ആവറേജ് 21 എന്ന നീല വരയെ മുകളിലേക്ക് ക്രോസ് ചെയ്താൽ ട്രെൻഡ് ഈസ് ലോങ്ങർ ടേം പോസിറ്റീവ്. ലോങ്ങർ ടേം, അത് ചിലപ്പോൾ 3 ആഴ്ചയായിരിക്കും, ഒരാഴ്ചയായിരിക്കും, ഒരു മാസമായിരിക്കാം. ആ ടേം കണ്ടെത്തുന്നത് എങ്ങനെയെന്നത് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തന്ന ഒരു നിയമമാണ്, ഒരു പുതിയ ക്യാൻഡിൽ ചുവന്ന വരയുടെ മുകളിൽ മൂവിങ് ആവറേജ് 14 എന്ന ഇൻഡിക്കേറ്ററിന്റെ മുകളിൽ പുതിയൊരു ക്യാൻഡിൽ തുറന്നാൽ അവിടുന്ന് വാങ്ങാം, വില മുകളിലേക്ക് പൊക്കോളുമെന്ന്. അതിന്റെ മുകളിൽ മൂവിങ് ആവറേജ് 21ന്റെയും മുകളിൽ കടന്നാൽ പുതിയൊരു ക്യാൻഡിൽ പുതിയതായിട്ട് വീണ്ടും തുടങ്ങിയാൽ ട്രെൻഡ് വീണ്ടും അപ്സൈഡ് ആണ് എന്ന്, മുകളിലേക്ക് തന്നെയാണ്, കുറെ കൂടി സ്ട്രോങ് ആണത്. മൂന്നാമത്തത് ശ്രദ്ധിക്കുക, ഈ ചുവന്ന വരയിലെ മൂവിങ് ആവറേജ് 14 എന്നത്, അത് മൂവിങ് ആവറേജ് 21 എന്ന നീല വരയെ മുകളിലേക്ക് ക്രോസ് ചെയ്താൽ ട്രെൻഡ് ലോങ്ങർ ടേം പോസിറ്റീവ്. വൈസ് വേഴ്സ ഓൾസോ. ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 14 എന്ന ചുവന്ന വരയുടെ താഴെ കടന്നാൽ ട്രെൻഡ് നെഗറ്റീവ്. പിന്നെ മൂവിങ് ആവറേജ് 21 എന്ന നീല വരയുടെ താഴെ കടന്നാൽ മോർ നെഗറ്റീവ്. പിന്നെ 14 എന്ന ചുവന്ന വര 21 എന്ന നീല വരയെ താഴത്തേക്ക് ക്രോസ് ചെയ്താൽ ലോങ്ങർ ടേം നെഗറ്റീവ്. അതതിന്റെ റൂള് സുഹൃത്തുക്കളെ. സിമ്പിൾ പ്രോസസ്സാണത്. ഇന്നലെ തന്നത് ഒരു സൂചകമാണ്. മുകളിലേക്ക് പോയേക്കും, താഴത്തേക്ക് പോയേക്കും, പോകുമെന്ന് ഉറപ്പായിട്ടില്ല. എന്നാൽ ഇന്ന് കുറച്ചുകൂടി കടന്നിട്ട് കുറച്ചുകൂടി സോളിഡ്, വളരെ ശക്തമായി മുകളിലേക്ക് പോകും, ശക്തമായി താഴേക്ക് വരും എന്ന സൂചകമാണ്. 100% എത്തിയിട്ടില്ല കേട്ടോ. വെറും ഒരു ദിവസം 5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെലവഴിച്ചാലേ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള അവസരത്തിലേക്ക് എത്തുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചോ നിങ്ങളുടെ തീരുമാനം തെറ്റും. അതാണ് ഒരു പ്രത്യേകത. ഇന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ട്രേഡ് നോക്കാൻ പറഞ്ഞു. അത് പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചാർട്ട് സെറ്റ് ചെയ്ത് നോക്കാം, റിമൂവ് ചെയ്ത് നോക്കാം, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ റിയൽ ബിസിനസ് തുടങ്ങുമ്പോൾ, റിയൽ ബിസിനസ് ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയാലും 5 മിനിറ്റിൽ താഴെയായിരിക്കണം ഒരു ദിവസം നമ്മൾ സമയം ചെലവഴിക്കാവുള്ളൂ. അത് സിസ്റ്റമാറ്റിക്കായി ഫോളോ ചെയ്യണം. അതിൽ കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് കൈകൊള്ളും.
സുഹൃത്തുക്കളെ, മൂവിങ് ആവറേജ് 14ഉം മൂവിങ് ആവറേജ് 21ഉം ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുന്നവരുണ്ട്, ഇൻഡിവിജ്വൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതെങ്ങനെ വേണേലും അവരവർക്ക് സേവ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ പോയി എടുക്കുന്നു, സേവ് എന്ന് കൊടുക്കുന്നു. മൂവിങ് ആവറേജ് MA 14 ആൻഡ് 21 കോമ്പിനേഷനാണിത്. ഞാൻ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി അത് സേവ് ചെയ്യപ്പെടുന്നു. അത് സേവ് ചെയ്തു എന്ന് കാണാൻ വേണ്ടി ഇവിടെ ആരോയിൽ പോയി തൊടുന്നു. അവിടെ എൻ്റെ XAUSD സേവ് ചെയ്യുന്ന ഭാഗം നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ നോക്കൂ. അതിൽ MA ലേഔട്ട് കാണാം. ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഞാൻ തയ്യാറാക്കിയ മൂവിങ് ആവറേജ് 14ൻ്റെയും 21ൻ്റെയും വരുന്നു. ഞാനിനി പുതിയ ഒരെണ്ണം എടുക്കാൻ ഇവിടെ കണ്ടോ, ഈ ഐക്കൺസിൽ വലതുവശത്തുള്ള പ്ലസിൽ പോകുന്നു. അത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ചാർട്ട് വരിക. ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയ ഇൻഡിക്കേറ്റർ അവിടെ ഉണ്ടാവില്ല. അതെടുക്കണേ പിന്നെയും ആരോയിൽ പോയി സ്ലൈഡ് എടുക്കുന്നു. നടുക്കുള്ള ഐക്കണിൽ പോയി തൊടുന്നു. ലോഡ് കണ്ടോ, ലോഡൊന്നും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ലോഡ് പോയി ക്ലിക്ക് ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ 14ഉം 21ഉം വരുന്നു. അപ്പൊ ഏത് കാലഘട്ടത്തിലും ഒരിക്കൽ നമ്മൾ തയ്യാറാക്കിയ അതേ സംഭവത്തിന് വീണ്ടും ഉപയോഗിക്കാം. അതിന് സേവ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ സേവ് ചെയ്തിട്ട് പോകണം, എന്നാലേ സെറ്റ് ചെയ്തത് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ കുറേ പരീക്ഷ നടത്തണം. ചാർട്ട് സെറ്റ് ചെയ്ത് നോക്കണം, കുറേ ട്രേഡ് നടത്തി നോക്കുക. നാളെ പകലും ഇഷ്ടം പോലെ പരീക്ഷണം നടത്തുക. ഒരു പഞ്ഞും അതിൽ കാണിക്കരുത്. കാരണം എന്താ അറിയോ, നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ എക്സ്പീരിയൻസ് ആവുക ചെയ്യുക. സ്വതന്ത്രമായി നഷ്ടമോ ലാഭമോ നോക്കാതെ സ്വതന്ത്രമായി കുറേ കച്ചവടങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിന്റെ തനി ആവർത്തനം റെക്കോർഡ് ചെയ്തുണ്ടല്ലോ. തനി ആവർത്തനം നാളെ രാവിലെ 11:30 വൈകുന്നേരം 4 മണിക്കും നടക്കുന്നു. ഇതേ ലിങ്കിലാണ്. സുഹൃത്തുക്കളോടും പരിചയക്കാരോടും അറിയിക്കുക. തുടക്കം മുതൽ നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്തു നോക്കണം. അങ്ങനെയെങ്കിൽ നാളെ ഈ 11:30 4 മണിക്കോ ലിങ്കിൽ കയറിയാൽ മതി. ഇതേ ലിങ്കിൽ കയറിയാൽ പൂർണ്ണമായും ഒന്ന് റിവിഷൻ നടത്തി പോവുകയും നിങ്ങൾക്ക് ആ ഒരു ഹോൾഡ് കിട്ടുകയും ചെയ്യും. സുഹൃത്തുക്കളെ, സമയം കണ്ടെത്തി റിവിഷന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറോളം വെൽത്ത് വേയുടെ ഇൻവിറ്റേഷൻ പ്രമാണിച്ച് സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ, ഇന്ന് ആദ്യമായി കയറിയവർ, നിങ്ങൾക്ക് നോട്ട്സ്